ഇത് V-Guardന്റെ VAPC 03 അല്ലെങ്കിൽ 04 എന്നൊക്കെ പറയുന്ന പമ്പ് കൺട്രോളറാണ്. പിന്നെ VAPC H എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മോഡല് അങ്ങനെയുള്ള പമ്പ് കൺട്രോളേഴ്സും ഉണ്ട്. അപ്പോൾ ഈ പമ്പ് കൺട്രോളേഴ്സ് ഇപ്പോൾ ആൾക്കാർ സാധാരണ ഇങ്ങനെയുള്ള സെൽഫ് പ്രൈം പമ്പുകളുടെ മേലെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ബൂസ്റ്റർ പമ്പ് പോലെ പല സൈറ്റുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ 1-2 പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരം പമ്പ് കൺട്രോളറിൽ സാധാരണ വരുന്നൊരു ഇഷ്യൂ ആണ്, പമ്പിൽ ഫിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഓണാക്കുന്ന സമയത്ത് ടാപ്പ് തുറക്കുമ്പോൾ പമ്പ് ഓണാവും, വെള്ളം വരും. അതിനുശേഷം പിന്നെ ടാപ്പ് അടച്ചു കഴിഞ്ഞാൽ പമ്പ് നിൽക്കില്ല, ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കംപ്ലൈൻറ്റ്, ടാപ്പ് തുറക്കുന്നു, അടയ്ക്കുമ്പോൾ പമ്പ് ഓഫ് ആവുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ടാമത് ടാപ്പ് തുറക്കുന്ന സമയത്ത് പമ്പിൽ നിന്ന് വെള്ളം വരില്ല, ഐ മീൻ പമ്പ് ഓണാവില്ല, മോട്ടർ അനങ്ങാണ്ട് നിൽക്കും. അങ്ങനത്തെ ചില ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ സാധാരണ അതൊരു PCBയുടെ കംപ്ലൈൻ്റ് ആണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ എല്ലാ ടെക്നീഷ്യന്മാരും ആദ്യം തന്നെ ഇതൊക്കെ തുറന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ PCB മാറ്റും. എന്നിട്ട് PCB മാറ്റിയിട്ടും ശരിയാവില്ല എന്ന് കാണുമ്പോൾ യൂണിറ്റിൻ്റെ എന്തോ പ്രശ്നമാണെന്നുള്ളതിൽ നമ്മൾ ഈ യൂണിറ്റ് തന്നെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് പുതിയ PC വെച്ച് ചെക്ക് ചെയ്യും. ചില കേസുകളിൽ ചിലപ്പോൾ പമ്പ് തന്നെ പമ്പിൻ്റെ പ്രശ്നമാണെന്നുള്ളതിൽ ചില സൈറ്റുകളിൽ പമ്പും മാറ്റി പുതിയ പമ്പ് വെച്ച് യൂസ് ചെയ്യും. ചിലപ്പോൾ വേറെ കമ്പനിയുടെ പമ്പ് വെച്ച് യൂസ് ചെയ്യും, അങ്ങനെയെല്ലാം ചെയ്യും. എന്നിട്ടും ചിലപ്പോൾ ശരിയാവാത്ത കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം പമ്പ് കൺട്രോളർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം പമ്പ് കൺട്രോളറിന് ഒരു മിനിമം ഹെഡുള്ള പമ്പുകൾ യൂസ് ചെയ്താൽ മാത്രമേ ഇത് ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. എല്ലാവരും ഇതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ് കണ്ടുണ്ടാവും, ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സ്പ്രിങ്ങിനെ ശരിക്കും മേലോട്ടും താഴോട്ടും ഇത് തള്ളിയിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് പമ്പിന് മിനിമം ഒരു ഹെഡ് വേണം. അത് ശരിക്ക് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് ശരിക്ക് 27 മീറ്ററോളമാണ് മിനിമം പമ്പിന് ഷട്ട് ഓഫ് ഹെഡ് വേണം. അതായത് പമ്പ് ഓഫ് ചെയ്യുന്ന, അതായത് നമ്മൾ പൈപ്പ് അടച്ച് പമ്പിൻ്റെ മാക്സിമം പ്രഷർ വന്ന് പമ്പ് ഓഫ് ആവുന്ന സമയത്ത് മാക്സിമം 27 മീറ്റർ ഹെഡ് അല്ലെങ്കിൽ അതിലധികമോ വേണം. അതായത് പമ്പിൻ്റെ ഷട്ട് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് മിനിമം 27 മീറ്ററിന് എങ്കിലും അല്ലെങ്കിൽ അതിന് മേലേക്കോ വേണം. എന്നാൽ മാത്രമേ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. അതിലും തന്നെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ പമ്പ് 27 മീറ്റർ ഷട്ട് ഓഫ് ഹെഡ് ഉള്ളതായിരിക്കും, പക്ഷേ സൈറ്റിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 180 വോൾട്ടോ 200 വോൾട്ടോ അല്ലെങ്കിൽ താഴോട്ടൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഈ 240-ലായിരിക്കും എല്ലാ കമ്പനികളും ഹെഡ് പറയുന്നത്. പക്ഷേ 200-ലോ 180-ലോ ആ ഹെഡ് കിട്ടണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ 27 മീറ്ററിലെ പമ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൈറ്റിലെ വോൾട്ടേജിൽ 27 മീറ്റർ ഷട്ട് ഓഫ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ 2 പമ്പുകൾ സാധാരണ കൂടുതലും മാർക്കറ്റിൽ കാണാറുള്ളതാണ്, ഈ പമ്പ് കൂടി ഇങ്ങനത്തെയുള്ള പമ്പ് കൺട്രോളറിൻ്റെ കൂടെ, VAPCയുടെയൊക്കെ കൂടെ. അപ്പോൾ ഇതിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഹെഡ് റീജൻ 21 മീറ്ററാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് VFill SH01 ഇതിലാണെങ്കിൽ 24 മീറ്ററൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അത് ഇത്തരം യൂണിറ്റുകൾ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇത് കിട്ടാൻ വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് പമ്പിൻ്റെ കുഴപ്പമോ കൺട്രോളറിൻ്റെ കുറ്റമോ അല്ല, അത് പലപ്പോഴും ആ പമ്പും ഈ കൺട്രോളറും ഉള്ള സെലക്ഷൻ പ്രോപ്പറില്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ശരിക്കുള്ള ഹെഡ് കൂടിയൊരു പമ്പ് വെച്ചിട്ട് നിങ്ങൾ ഈ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്ന കൺട്രോളറിനെ വെച്ച് വർക്ക് ചെയ്താൽ അത് ശരിയായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കൺട്രോളറിന് ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ ശരിയായിട്ട് വർക്ക് ചെയ്യണില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ പമ്പിൻ്റെ അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള പമ്പ്, V-Guardന്റെ ആയിരിക്കാം, വേറെ ബ്രാൻഡിൻ്റെ ആയിരിക്കും, ഏതും ആയിരിക്കാം, അതിൻ്റെ മാക്സിമം ഹെഡ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുക. സൈറ്റിലെ വോൾട്ടേജ് നോക്കുക, അതിൽ ആ ഹെഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതൊരു ഗേജ് വെച്ച് ചെക്ക് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. എന്നിട്ടും അത് വർക്ക് ചെയ്യണില്ലെങ്കിൽ മാത്രമേ നമ്മൾ PCBയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്നും എല്ലാവരും അറിവിലേക്ക് പറയാനായിട്ടാണ് ചെയ്തത്. ഇതിൽ തന്നെ നമ്മുടെ VAPC H എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൊറിസോണ്ടൽ ടൈപ്പ് മോഡലുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വെട്ടിക്കൽ വയ്ക്കുന്നതാണ്, മറ്റേ ഹൊറിസോണ്ടൽ വയ്ക്കുന്നൊരു മോഡലുണ്ട്. ആ മോഡലാണെങ്കിൽ അതിനൊരു ഡിസ്പ്ലേ അങ്ങനെ ബട്ടനൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടൊരു LED ഉണ്ട്. ആ മോഡലാണെങ്കിൽ ശരിക്കും ഇത് അറിയാൻ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് അടച്ചിട്ട് പമ്പ് ഓഫ് ആവുന്ന സമയത്ത് പിന്നെ രണ്ടാമത് തുറക്കുമ്പോൾ ടാപ്പ് ഓണാക്കുമ്പോൾ പമ്പ് ഓണാവില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫെയിലിയർ എന്ന് പറയുന്ന LED-യിൽ അത് കത്തി കിടക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് എന്തോ ഒരു ഫെയിലിയർ അവിടെ ഉണ്ട് എന്നുള്ളത്, അത് പ്രഷർ കിട്ടാത്തതുകൊണ്ടാണെന്നുള്ളത്. അതിൽ അങ്ങനത്തെ ആ മോഡലിലാണെങ്കിൽ നമുക്ക് ഈ കംപ്ലൈൻറ്റ് ഇഷ്യൂ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. ഫെയിലിയർ കത്തി കിടക്കുന്നുണ്ട്, അപ്പോൾ ഇത് ഹെഡ് ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കാം. പക്ഷേ ഈ മോഡലിൽ നമുക്കിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഗേജ് ഉണ്ട്, ഗേജ് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതായത് ടാപ്പ് അടച്ചിട്ട്
പമ്പ് ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഹെഡ് നോക്കുക. അത് 27 മീറ്ററിന് മേലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് ഇത് വേണം എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും കസ്റ്റമറെ. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുതിയ ഇപ്പോൾ പ്രൊഡക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ബാച്ച് ഈ പമ്പ് കൺട്രോളറിലെല്ലാം ഇപ്പോൾ സ്റ്റിക്കർ വരുന്നുണ്ട്. അതായത് 27 മീറ്ററെങ്കിലുള്ള പമ്പിൻ്റെ കൂടെ യൂസ് ചെയ്യണം ഇത്, എന്നാൽ മാത്രമേ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാട്ടൺ ബോക്സിലും യൂസർ മാനുവലും വാറണ്ടി കാർഡിലും ഒക്കെ പ്രൊഡക്റ്റിലും നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് പുതിയ ലോഡിലൊക്കെ വരും. അപ്പോൾ ഇപ്പോഴുള്ള കേസുകളിൽ ഇങ്ങനത്തെ മോഡലിന് കംപ്ലയിൻറ്റ് വന്നാൽ എല്ലാവരും അവിടുത്തെ സൈറ്റിലെ വോൾട്ടേജിൽ അതിന് എത്ര ഹെഡ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. മിനിമം 27 മീറ്ററാണ് കമ്പനി പറയുന്നത്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം എൻഷുർ ചെയ്യുക. അതിന് ശേഷം മാത്രം മറ്റുള്ള ചെക്കിങ്ങിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം.